ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഓണർഷിപ്പ് ചേഞ്ച് ആണ്. ഒരു ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ് ചേഞ്ച് എങ്ങനെ നടത്താം എന്നുള്ളതാണ്. ഓണർഷിപ്പ് ചേഞ്ച് എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയില്. ഒന്ന്, ഉടമ മരണപ്പെട്ടതിന് ശേഷം അതിന്റെ അവകാശികൾക്ക് അനന്തരാവകാശികളുടെ ആരുടെയെങ്കിലും പേരിലോട്ട് മാറ്റിക്കൊടുക്കൽ. രണ്ട്, ഒരാളിൽ നിന്ന് മറ്റൊരാള് കെട്ടിടം വാങ്ങിയതിനു ശേഷം അയാളുടെ പുതിയ ഓണറുടെ പേരിലേക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യൽ. ഇപ്പൊ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട അപേക്ഷ കൊടുക്കുന്ന വിധം മറ്റൊരു വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് അതിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. സ്ഥലത്തിന്റെ ആധാരം, കൈവശ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സമ്മതപത്രം. 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അനന്തരാവകാശം വഴി എങ്ങനെയാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപേക്ഷ കൊടുക്കാനായിട്ട് ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ യൂസർ ഐഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വിധം മറ്റൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ അത് കാണുക. ഇവിടെ ആദ്യം തന്നെ ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക. താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞൊരു മെനു കാണിക്കും. ഇതാണ് കെട്ടിടങ്ങളുടെ മെനു. ഈ ഒരു മെനുവിൽ നമുക്ക് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നിയമപരമായിട്ടുള്ള പിന്തുടർച്ചാവകാശിക്ക് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി നൽകൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ലയിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് ജില്ല സെലക്ട് ചെയ്ത്, ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏതാണോ പഞ്ചായത്ത് അത് സെലക്ട് ചെയ്ത്, അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്യുക. അല്ല സംയുക്തമാണെങ്കിൽ സംയുക്തം സെലക്ട് ചെയ്യുക. വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗമാണെങ്കിൽ പൊതുവിഭാഗം, ഇനിയല്ല പട്ടികജാതി പട്ടികവർഗം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഏതാണ് സെലക്ട് ചെയ്ത് അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ആണ് അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകളാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. തിരിച്ചറിയൽ രേഖാ തരം എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്ത്, തിരിച്ചറിയൽ രേഖാ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് നമ്പറും അപേക്ഷകന്റെ പേര് അടുത്ത കോളത്തിലും അപേക്ഷകന്റെ മൊബൈൽ നമ്പർ അടുത്ത കോളത്തിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് മേൽവിലാസം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റെപ്പാണ്. ഈ ഒരു തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ തന്നെയുള്ള ഒരാളാണ് അപേക്ഷകനെങ്കിൽ അവിടെ വീട്ടുപേര്, പ്രാദേശിക സ്ഥലം, പ്രധാന സ്ഥലം, വാർഡ് നമ്പർ, പോസ്റ്റ് ഓഫീസ് എന്നിവ സെലക്ട് ചെയ്തും ടൈപ്പ് ചെയ്തും കൊടുക്കുക. ഇനിയല്ല ഈ ഒരു പഞ്ചായത്തിന് വെളിയിലുള്ള ഒരാളാണ് അപേക്ഷകനെങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. താഴേക്ക് വന്നിട്ട് ഇവിടെ ഈ ഒരു ടിക്ക് ബോക്സ് കൂടി കൊടുക്കുക. അപ്പൊ നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിലുകളും താഴോട്ട് കോപ്പി ആയിട്ട് വരുന്നതാണ്. ശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഇതിലേക്കുള്ള അപേക്ഷ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏത് ബിൽഡിങ്ങിന്റെ ആണോ ഉടമസ്ഥാവകാശം മാറ്റേണ്ടത് ആ ഒരു ബിൽഡിങ്ങിന്റെ വാർഡ് ഇയർ ആദ്യം സെലക്ട് ചെയ്യുക. വാർഡ് നമ്പർ ആദ്യം പിന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീട്ട് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ് ഡിവിഷൻ നമ്പർ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ABC ഒക്കെ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് ആഡ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് അത് സേവ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് പുതിയ കെട്ടിട ഉടമയുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് ആഡ് ഓണർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും വിവരങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേര്, വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ. അത് ഇൻസൈഡ് ലോക്കൽ ബോഡി ഉണ്ട്, ഔട്ട്സൈഡ് ലോക്കൽ ബോഡി ഉണ്ട്. അതായത് ഈ ഒരു പുതുതായിട്ട് വരുന്ന ഉടമ നമ്മൾ ഈ അപേക്ഷ കൊടുക്കുന്ന പഞ്ചായത്തിന്റെ പരിധിയിൽ താമസക്കാരനാണെങ്കിൽ ഇൻസൈഡ് ലോക്കൽ ബോഡിയും, അല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ലോക്കൽ ബോഡി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ സ്റ്റാർ ഭാഗം കാണിക്കുന്ന വിവരങ്ങൾ മാത്രം നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പൂരിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബിൽഡിങ്ങിന് ഒന്നിലധികം അവകാശികൾ വരാനുണ്ടെങ്കിൽ അവരുടെ പേര് രണ്ടാമത് ആഡ് ഓണർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഡോക്യുമെന്റ് ഡീറ്റെയിൽ ആണ്. അതിനായിട്ട് ആഡ് ഡോക്യുമെന്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഏത് രജിസ്റ്റർ ഓഫീസിന്റെ കീഴിൽ നിന്നാണ് ഈ ഒരു പുതിയ അവകാശികളുടെ പേരിലേക്ക് ഡോക്യുമെന്റ് മാറ്റം വരുത്തിയതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ് നടത്തിയ തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഒരു ആധാരത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആധാരത്തിന്റെ സെക്കൻഡ് പേജിൽ തന്നെ, അതായത് ഫസ്റ്റ് പേജിന്റെ മറുപുറത്ത് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഡോക്യുമെന്റ് നമ്പറും ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ നടത്തിയ തീയതി. സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ജന്മമാറ്റം നടപ്പിലാക്കിയ തീയതിയാണ്. അതും ആധാരത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്യുക. ഇവിടെ നമുക്കൊരു പ്രിവ്യൂ ലഭിച്ചിട്ടുണ്ടാവും അപേക്ഷയുടെ. അത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തിട്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം താഴോട്ട് വന്നിട്ട് വാർഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു കത്തിടപാട് മാർഗം സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ട രേഖകൾ എന്നുള്ളത് ഒന്ന്, ഡെത്ത് സർട്ടിഫിക്കറ്റ്. നിലവില് ഉള്ള ഉടമ മരണപ്പെട്ടു പോയ
ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. രണ്ടാമത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്തുടർച്ച തെളിയിക്കുന്ന ആധികാരിക രേഖ, അതായത് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതും അല്ലെങ്കിൽ ഒസ്യത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ രേഖ എന്നുള്ളത് പുതിയ ആളുടെ പേരിലേക്ക് കൈമാറി ലഭിച്ച ആളുടെ പേരിൽ ഭൂനികുതി അടച്ചതിന്റെ റെസീറ്റ്, അതും അല്ലെങ്കിൽ കൈവശ സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഈ 3 രേഖകളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സെലക്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇതിലേക്ക് ഇപ്പൊ നിലവിൽ അടക്കേണ്ട തുക എന്നുള്ളത് 5 രൂപ, അതായത് ക്വാർട്ടർ ഫീ സ്റ്റാമ്പിന്റെ എമൗണ്ട് ആണ്. അതിനുശേഷം നമുക്ക് ആ ഒരു ഓണർഷിപ്പ് ചേഞ്ചിന് വരുന്ന എമൗണ്ട് പഞ്ചായത്തിൽ നിന്നും ഡിമാൻഡ് നോട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സത്യപ്രസ്താവനയാണ് അപേക്ഷകൻ നൽകുന്ന സത്യപ്രസ്താവന. കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുത്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സമർപ്പിക്കുക അഥവാ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ഒരു അപേക്ഷ ലോക്കൽ ബോഡിയിലോട്ട് സെൻഡ് ആവുന്നതാണ്. ശേഷം അതിലേക്ക് ആവശ്യമുള്ള ക്വാർട്ടർ ഫീ സ്റ്റാമ്പിന്റെ 5 രൂപ ഓൺലൈനിൽ തന്നെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. കൈപ്പറ്റ രസീത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ID അടക്കം ഓപ്പൺ ചെയ്തിട്ട് ഡിമാൻഡ് നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമർ അറിയിച്ച് ആ ഒരു പേയ്മെന്റ് കൂടി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് പുതിയ ഓണറുടെ പേരിലേക്ക് ഈ ഒരു ഓണർഷിപ്പ് ചേഞ്ച് ആയിട്ട് വരിക. ഈ ഒരു രീതിയിലാണ് നമ്മൾ പിന്തുടർച്ചാവകാശ രീതിയിലുള്ള ഒരു കെട്ടിടത്തിന്റെ ഓണർഷിപ്പ് ചേഞ്ച് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്.